നമ്മൾ ഏതൊരു മലയാളിയും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള വാക്കാണ് എട്ടിന്റെ പണി കിട്ടി എന്നുള്ള ഒരു പ്രയോഗം. എനിക്ക് എട്ടിന്റെ പണി കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എട്ടിന്റെ പണിയായിരുന്നു കിട്ടിയത്, എനിക്ക് ഇന്നലെ ഒരു എട്ടിന്റെ പണി കിട്ടി, അങ്ങനെയൊക്കെ പറയുന്ന പലരും കേട്ടിരിക്കും. 8 എന്ന് പറയുമ്പോൾ 8 എഴുതാൻ തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു നമ്പറാണ്. 0 to 9 0 മുതൽ 9 വരെ നോക്കിക്കഴിഞ്ഞാൽ 8 എന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞു ഒക്കെ എഴുതേണ്ട ഒരു സാധനമാണ് 8. അപ്പോൾ 8ന് പല പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ജ്യോതിഷപരമായിട്ട് നോക്കുന്നതാണെങ്കിൽ 8ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ അത് അടഞ്ഞ രാശി, ക്ലോസ്ഡ് ഹൗസ് എന്നാണ് പറയുക. 8ൽ കാര്യമായിട്ടുള്ള പാപഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഡിഫിക്കൽട്ടീസ്, അസുഖങ്ങൾ, അതുപോലെ തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 8 എന്ന് പറഞ്ഞാൽ വേദിക് അസ്ട്രോളജിയിൽ, അതായത് ജ്യോതിഷത്തിൽ 8 എന്ന് പറഞ്ഞാൽ രാഹുവിനെയാണ് സൂചിപ്പിക്കുന്നത്. രാഹു പാപഗ്രഹമാണ്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, തടസ്സങ്ങളൊക്കെ. അതുപോലെ നമ്മൾ ന്യൂമറോളജിയിൽ നോക്കുകയാണെങ്കിൽ, ന്യൂമറോളജി എന്ന് പറയുമ്പോൾ സംഖ്യാശാസ്ത്രം, അതിൽ 8ാമത്തെ ഗ്രഹം എന്ന് പറയുമ്പോൾ സാറ്റനാണ്, ശനി. അപ്പോൾ ശനിയും തടസ്സവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. പല കാര്യങ്ങളിലും മെല്ലെപ്പോക്ക്, സ്ലോ ഡൗൺ, അങ്ങനെ അതൊക്കെ മന്ദൻ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്, മന്ദത. അപ്പോൾ സ്ലോ ആയി തീരാനുള്ള നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നതാണ് എന്ന് അങ്ങനെയും നമുക്ക് കാണാം. അങ്ങനെ ഈ 8 എന്ന് പറയുന്നത് ഒരു വില്ലനാണെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് 8 എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. ആ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 8 എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ് ടാസ്ക്കാണ് 8 എടുക്കുക എന്നുള്ളത്. അതുകൂടാതെ ബിസിനസ് 8 നിലയിൽ പൊട്ടി എന്നൊക്കെ സാധാരണ ഉള്ള ഒരു പ്രയോഗമാണ്. 8 നിലയിൽ ബിസിനസ് പൊട്ടി. അതുപോലെ ആ പടം 8 നിലയിൽ പൊട്ടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സിനിമ 8 നിലയിൽ പൊട്ടുന്നു. അപ്പോൾ 8 എന്ന് പറയുന്നത് ശരിക്കും എന്തുകൊണ്ടും ഒരു വില്ലനാണെന്നാണ് ഇത് കാണിക്കുന്നത്. അത് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല, മറ്റുള്ള ഭാഷകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും, ഇത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ 8ന്റെ പ്രയോഗം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.